നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിലേക്ക്. പ്രചരണം ഫൈനൽ റൗണ്ടിലേക്ക് കടക്കുമ്പോൾ മുന്നണികൾ പ്രതീക്ഷയിൽ. ചിട്ടയായ പ്രവർത്തനത്തിലൂടെ പ്രചരണം നടത്താൻ സാധിക്കുന്നതിലൂടെ വിജയം ഉറപ്പെന്ന സ്ഥാനാർത്ഥികൾ. വീടുകൾ കേന്ദ്രീകരിച്ച് വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികളുടെ ഊർജിത ശ്രമം. കേരളം ഭരണമാറ്റം ആഗ്രഹിക്കുന്നതായി രമേശ് ചെന്നിത്തല. വിലക്കയറ്റത്തിലും തൊഴിലില്ലായ്മയിലും ഇന്ത്യയിൽ ഒന്നാമത്തെ സംസ്ഥാനമായി കേരളം മാറി. ലോകം പ്രശംസിച്ച കേരള മോഡലിന് നിറമങ്ങിയെന്നും ചെന്നിത്തല. മേഖലയിലെ UDFന്റെ വിവിധ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ചെന്നിത്തല പങ്കെടുത്തു. പ്രസിദ്ധമായ കിഴൂർ പൂരത്തിന് നാടൊരുങ്ങി. വ്യാഴാഴ്ചയാണ് കിഴൂർ ശ്രീ കാർത്തിയനി ദേവി ക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവം. ആഘോഷ കാഴ്ചകൾ CCTVയിലൂടെ തത്സമയം. കുന്നംകുളം കാണിപ്പയ്യൂരിൽ വൈദ്യുതി ഇൻസുലേറ്റർ തലയിലേക്ക് പൊട്ടി വീണ യുവതിക്ക് പരിക്കേറ്റു. പെലക്കാട്ട് പയ്യൂർ സ്വദേശിനി മേനോത്ത് വീട്ടിൽ 32 വയസ്സുള്ള ശ്രീഷ്മയ്ക്കാണ് പരിക്കേറ്റത്. ഹെൽമറ്റ് ഉള്ളതിനാൽ ദുരന്തം ഒഴിവായി. ത്രയോദശി ഊട്ടോടെ ഗുരുവായൂർ ഏകാദശി ചടങ്ങുകൾക്ക് സമാപനം. അന്നലക്ഷ്മി ഹാളിൽ നടന്ന ഊട്ടിൽ ആയിരങ്ങൾ പങ്കെടുത്തു. വിശദമായ വാർത്തയിലേക്ക്. പ്രചരണം അവസാന ലാപ്പിലേക്ക്. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം ഫൈനൽ റൗണ്ടിലേക്ക് കടക്കുമ്പോൾ മുന്നണികൾ പ്രതീക്ഷയിലാണ്. ചിട്ടയായ പ്രവർത്തനത്തിലൂടെ പ്രചരണം നടത്താൻ സാധിക്കുന്നതിലൂടെ വിജയം ഉറപ്പെന്ന് സ്ഥാനാർത്ഥികൾ പറയുന്നു. തീർത്തും പ്രാദേശികമായ തെരഞ്ഞെടുപ്പായതിനാൽ വീടുകൾ കേന്ദ്രീകരിച്ച് വോട്ട് അഭ്യർത്ഥന നടത്തുവാനാണ് സ്ഥാനാർത്ഥികൾ പ്രാധാന്യം നൽകുന്നത്. നിരന്തരമായി വീടുകളിലെത്തി വോട്ട് അഭ്യർത്ഥിച്ച് തങ്ങളുടെ വിജയം ഉറപ്പുവരുത്തുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. പ്രാദേശിക വിഷയങ്ങളാണ് പ്രധാനമായും പ്രചരണത്തിന് ആധാരമാക്കുന്നത്. ശബരിമല പോലുള്ള പൊതുവിഷയങ്ങളും ചർച്ചയാകുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരമോ അനുകൂല വികാരമോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച തന്ത്രങ്ങളാണ് പ്രയോഗിക്കപ്പെടുന്നത്. സംസ്ഥാന നേതാക്കൾ കൂടി എത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് ആവേശം പാരമ്യത്തിലാകുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ജനഹിത പരിശോധനയായതിനാൽ വലിയ പ്രാധാന്യമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ളത്. കേരളം ഭരണമാറ്റം ആഗ്രഹിക്കുന്നതായി രമേശ് ചെന്നിത്തല പറഞ്ഞു. പഴഞ്ഞി ജെറുസലേമിൽ UDF തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം ഏതാണ്ട് ഒരു 15 വർഷം പുറകോട്ട് പോയി. ഈ 15 വർഷത്തെ പുറകോട്ട് പോക്കൽ സമസ്ത മേഖലകളെയും ബാധിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്വന്തം നാടാണ് കേരളം. ലോകത്തെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് ഈ കേരളം. അനന്തമായ വികസന സാധ്യതയുള്ള ഈ കൊച്ചു കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ 10 വർഷം കൊണ്ട് ഈ ഗവൺമെന്റ് കഴിഞ്ഞില്ല എന്നതല്ലേ സത്യം. 10 വർഷം കൊണ്ട് കേരളം സകല മേഖലയിലും പുറകോട്ട് പോയി. വിലക്കയറ്റത്തിലും തൊഴിലില്ലായ്മയിലും ഇന്ത്യയിൽ ഒന്നാമത്തെ സംസ്ഥാനമായി കേരളം മാറി. ലോകം പ്രശംസിച്ച കേരള മോഡലിന് നിറമങ്ങി. ചെറുപ്പക്കാർ വിദേശത്ത് പോകുന്നു. UDF ഭരണം വന്നാൽ ചെറുപ്പക്കാർക്ക് മാന്യമായി ജീവിക്കാൻ സൗകര്യമൊരുക്കും. കേരളത്തെ പറ്റി നമ്മൾ അഭിമാനിച്ചിരുന്നത് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും നാം നേടിയ പുരോഗതിയാണ്. അതിനെയാണ് നോബൽ സമ്മാന ജേതാവായ അമർത്യ സെൻ കേരള മോഡൽ എന്ന് വിളിച്ചത്. ആ കേരള മോഡലിലും നിറം മങ്ങിയിരിക്കുന്നു. നമ്മുടെ ചെറുപ്പക്കാരൻ എവിടെയാണ്? കുട്ടികൾ എവിടെ? +2 പാസ്സായ മുഴുവൻ കുട്ടികളും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ കാത്തു നിൽക്കുന്ന സാഹചര്യമാണ് കേരളത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മസാല ബോണ്ടാണ് പിണറായി വിജയൻ നടപ്പിലാക്കുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു.
ജെറുസലേം സെന്ററിൽ നടന്ന സ്ഥാനാർത്ഥി സംഗമത്തിൽ കാട്ടക്കമ്പാൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, KPCC അംഗം ജോസഫ് ചാലിശ്ശേരി, DCC സെക്രട്ടറി KC ബാബു, മുസ്ലിം ലീഗ് കാട്ടകമ്പാൽ മണ്ഡലം പ്രസിഡന്റ് EM കുഞ്ഞിമുഹമ്മദ് ഹാജി, സാംസൺ പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന MS മണികണ്ഠൻ, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന വിജയ ഗോപി, NA ജമീല, പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന K ജയശങ്കർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾക്ക് രമേശ് ചെന്നിത്തല വിജയാശംസകൾ നേർന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി രാകേഷ് കണിയാമ്പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പര്യടനത്തിന് തുടക്കമായി. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ചൊവ്വലൂരിൽ നിന്നും ആരംഭിച്ച പ്രയാണം കണ്ടാണശ്ശേരി, ചൂണ്ടൽ, എളവള്ളി പഞ്ചായത്തുകളിലൂടെ പ്രയാണം നടത്തി കാക്കശ്ശേരിയിൽ സമാപിച്ചു. പഞ്ചായത്തിലെ പ്ലാക്കാട് അമ്പലനട, അരിയന്നൂർ ആലിൻചുവട്, കലാനഗർ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. സ്വീകരണ കേന്ദ്രങ്ങളിൽ CPIM നേതാക്കളായ AK ഹുസൈൻ, C അംബികേശൻ, PM മുസ്തഫ, K സച്ചിൻ, CPI നേതാക്കളായ VR മനോജ്, PS ജയൻ, ബിന്നി ആന്റണി എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി രാകേഷ് കണിയാമ്പറമ്പിൽ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ശിവൻ വാഗ, പ്രമിത സജീവൻ, കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് സ്ഥാനാർത്ഥി സൗമ്യ ധനൻ, 5-ാം വാർഡ് സ്ഥാനാർത്ഥി നിവ്യ റനീഷ്, 6-ാം വാർഡ് സ്ഥാനാർത്ഥി സാഫിറ അസീസ്, 7-ാം വാർഡ് സ്ഥാനാർത്ഥി വിനു ജോൺസൺ എന്നിവരെ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഇടതുമുന്നണി പ്രവർത്തകർ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. സ്വീകരണങ്ങൾക്ക് സ്ഥാനാർത്ഥി രാകേഷ് കണിയാമ്പറമ്പിൽ നന്ദി പറഞ്ഞു സംസാരിച്ചു. CPIM നേതാക്കളായ മുരളി പെരുന്നലി MLA, KF ഡേവിസ് എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. ചാവക്കാട് നഗരസഭയിൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന വാർഡാണ് 16-ാം വാർഡ് ചാവക്കാട് ടൗൺ. തുടർച്ചയായി 20 വർഷക്കാലം LDF പ്രതിനിധാനം ചെയ്യുന്ന വാർഡാണിത്. LDFിനു വേണ്ടി മുൻ നഗരസഭാ കൗൺസിലറും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ AH അക്ബറാണ് രംഗത്തുള്ളത്. UDFിനു വേണ്ടി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയും റൂറൽ ബാങ്ക് ഡയറക്ടറുമായ RK നൌഷാദും BJPക്ക് വേണ്ടി AK വേലായുധനുമാണ് മത്സര രംഗത്തുള്ളത്. 2005-ലും 2015-ലും ഈ വാർഡിൽ നിന്ന് കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അക്ബർ 3-ാം തവണയാണ് അങ്കത്തട്ടിൽ ഇറങ്ങുന്നത്. പിന്നോക്കാവസ്ഥയിലുണ്ടായിരുന്ന വാർഡിൽ ഇടതുപക്ഷ കൗൺസിലർമാരുടെ വികസന പ്രവർത്തനം മൂലം വലിയ മാറ്റമുണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞെന്ന് AH അക്ബർ പറഞ്ഞു. പാവപ്പെട്ട കുടുംബങ്ങൾ, ചെറ്റക്കുടിലുകൾ ധാരാളമുള്ള ഒരു പ്രദേശമായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം 20 വർഷമായി ചാവക്കാട് നഗരസഭയിൽ ഈ വാർഡ് ഇടതുപക്ഷമാണ് ജയിച്ചിട്ടുള്ളത്. അതിനുശേഷം വലിയ മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇനിയും ഒരുപാട് പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. വീടില്ലാത്ത അനവധി പേര് ഇനിയുണ്ട്, സ്ഥലമില്ലാത്തവരുണ്ട്. ചില പ്രദേശങ്ങളിലേക്ക് ഇനിയും വാഹന ഗതാഗതം സാധ്യമാക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ച് ഈ വാർഡിനെ ഒരു പുരോഗതിയുള്ള ഒരു വാർഡാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. 2-ാം തവണയാണ് നൌഷാദ് മത്സര രംഗത്തിറങ്ങുന്നത്. കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷത്തിന് നഷ്ടപ്പെട്ട വാർഡ് ഇത്തവണ തിരിച്ചുപിടിക്കുമെന്നും 20 വർഷക്കാലം നഗരസഭയും വാർഡ് കൗൺസിലറും ഇടതുപക്ഷത്തു നിന്നുണ്ടായിട്ടും തെക്കഞ്ചേരി പ്രദേശം ഉൾപ്പെടുന്ന വാർഡിന്റെ ദുരിതം മാറിയിട്ടില്ല. മഴക്കാലമായാൽ വെള്ളക്കെട്ട് മൂലം പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയുണ്ടെന്നും ടൗൺ ഉൾപ്പെടുന്ന വാർഡായിട്ട് പോലും വികസനം ഇവിടെ എത്തിയില്ലെന്നും നൌഷാദ് പറഞ്ഞു. ചാവക്കാട് നഗരസഭ 20 വർഷം ഭരിച്ചിട്ട് തെക്കഞ്ചേരി നിവാസികളുടെ ദുരിതം കാണാൻ ഇതുവരെ നിലവിലുണ്ടായിരുന്ന കൗൺസിലർമാർക്ക് കഴിഞ്ഞിട്ടില്ല. മഴക്കാലമായാൽ ഒരുപാട് കുടുംബങ്ങൾ വെള്ളം കയറി ദുരിതത്തിലാണ്. ഒരു നടപടിയും മുനിസിപ്പാലിറ്റി ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ സാധാരണ റോഡുകൾ മാത്രമല്ല ജനങ്ങൾക്ക് വേണ്ടത്. ജനങ്ങൾക്ക് പ്രാഥമികമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ജനങ്ങളുടെ മനസ്സറിയണം. ജനങ്ങളെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണം. പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ നമ്മളെ കൈവിടില്ല. ആ ഒരു ഉറപ്പിലാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതും ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നതും. ഈ തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിലുള്ള ജനങ്ങൾ എന്നെ കൈവിടില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. BJPയും മത്സരരംഗത്ത് മികച്ച പ്രതീക്ഷയിലാണ്. കേന്ദ്ര പദ്ധതികളിലൂടെ സമഗ്ര വികസനം സാധ്യമാക്കുമെന്ന് BJP സ്ഥാനാർത്ഥി വേലായുധൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് അവരോട്, ഈ കണ്ട കാലമായിട്ട് ഭരിച്ചിട്ടും നിങ്ങൾക്ക് ഇത് നല്ലൊരു വഴി കാണിച്ചു തന്നിട്ടില്ലല്ലോ. ഞാൻ ജയിച്ചാൽ ഈ പറയുന്ന MPമാരെ ഫണ്ടിൽ നിന്നും അവരൊക്കെ നമുക്ക് മേടിച്ച് നിങ്ങൾക്ക് വേണ്ട സഹായ സഹകരണങ്ങളും ചെയ്തു തരും. കുറേ വഴിയില്ലാത്തവരും വെള്ളം കയറി കഴിഞ്ഞാൽ അവർ പഷ്ണിയിൽ നിന്ന് ഞാൻ ഭയങ്കര പഷ്ണിയിൽ അതൊക്കെ അറിഞ്ഞുകൊണ്ട് കണ്ട കൊല്ലമായിട്ട് വർഷങ്ങളായിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങുന്നു. അവർക്ക് എന്ത് സഹായം ചെയ്യാനും ഞാൻ തയ്യാറായിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. ഈ വാർഡിലെ NDA സ്ഥാനാർത്ഥിയായിട്ട്. ഒരുമനയൂർ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളുടെ നേതൃത്വത്തിൽ വ്യാജ ഫോമുകൾ നൽകി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഷിബുദാസ്.
ഇത്തരത്തിൽ പഞ്ചായത്തിന്റെ ലേബലിൽ അച്ചടിച്ചിട്ടുള്ള ഫോമുകൾ വ്യാജമാണ്. ഒരു അപേക്ഷാ ഫോമും ഗ്രാമപഞ്ചായത്ത് ഇറക്കിയിട്ടില്ല. ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വീടുകളിൽ വിതരണം ചെയ്യുന്ന അപേക്ഷാ ഫോം വ്യാജമാണെന്നും പഞ്ചായത്ത് അങ്ങനെ ഒരു ഫോം ഇറക്കിയിട്ടില്ല എന്നും സെക്രട്ടറി അറിയിച്ചു. പാർട്ടി വിരുദ്ധ പ്രവർത്തനം. ഗുരുവായൂരിൽ CPM നേതാക്കൾക്കെതിരെ നടപടി. 2 പേരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. CPM കോട്ടപ്പടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ലിസി ബൈജു, UK സുധീർ എന്നിവരെയാണ് സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിനാൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്താക്കിയത്. ഇവർക്ക് ഇനി മുതൽ പാർട്ടിയുമായി യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ അറിയിച്ചു. വാർഡ് 38-ൽ LDF ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ചതിനാലാണ് ലിസി ബൈജുവിനെ പുറത്താക്കിയത്. പുറത്താക്കപ്പെട്ട UK സുധീർ ഇവർക്ക് പിന്തുണ നൽകി പരസ്യമായി പ്രചരണ രംഗത്ത് വന്നിരുന്നു. കോൺഗ്രസ് കാലങ്ങളായി ജയിച്ചു വന്നിരുന്ന വാർഡ് CPI പ്രതിനിധി അനീഷ്മ ഷനോജ് 2015-ൽ പിടിച്ചെടുത്തതാണ്. 2020-ലും ഈ വാർഡിൽ അനീഷ്മ തന്നെയാണ് വിജയിച്ചത്. ഇവർ ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർപേഴ്സണും ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വാർഡ് പ്രാദേശിക CPIM നേതാക്കൾക്ക് മത്സരിക്കാൻ വേണമെന്നാവശ്യപ്പെട്ടാണ് തർക്കങ്ങളുടെ തുടക്കം. രാഷ്ട്രീയം മറന്ന് ഒരേ മനസ്സോടെ സ്ഥാനാർത്ഥികൾ ഞാറു നടാനിറങ്ങി. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ ചിറ്റത്താഴം യൂണിയൻ കോൾപ്പടവിലെ ഞാറുനടിയിലാണ് സ്ഥാനാർത്ഥികൾ ഒന്നിച്ചത്. പെരുന്തുരുത്തി വാർഡിലെ LDF സ്ഥാനാർത്ഥി AY ഹമീദ്, UDF സ്ഥാനാർത്ഥി KM റസാഖ്, ചെറുതുരുത്തി വാർഡിലെ NDA സ്ഥാനാർത്ഥി ദിനേഷ് കുമാർ എന്നിവരാണ് ഒന്നിച്ച് ഞാറുനട്ടത്. ചിറ്റത്താഴം കോൾപ്പടവ് സെക്രട്ടറി AY ഹമീദും വൈസ് പ്രസിഡന്റ് KM റസാഖും തമ്മിലാണ് പെരുന്തുരുത്തി വാർഡിലെ മത്സരം. ചെറുതുരുത്തി വാർഡിലാണ് ദിനേഷ് കുമാർ മത്സരിക്കുന്നത്. ചിറ്റത്താഴം കോൾപ്പടവിലെ ഞാറുനടിയിൽ പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. കർഷകരായ K ജയദേവൻ, കൊച്ചു മാത്യു എന്നിവർ നേതൃത്വം നൽകി. 220 ഏക്കർ പാടത്ത് ഉമാവിത്താണ് കൃഷി ചെയ്യുന്നത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. CCTV സംഘടിപ്പിക്കുന്ന ജനവിധി 2025 തത്സമയ സംവാദ പരമ്പര തുടരുന്നു. ബുധനാഴ്ച കുന്നംകുളം നഗരസഭയിലെയും ചൂണ്ടൽ പഞ്ചായത്തിലെയും പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു. വ്യാപാര നഗരിയുടെ വികസന കുതിപ്പിന്റെയും കിതപ്പിന്റെയും വാദമുഖങ്ങൾ നിരത്തി കുന്നംകുളം നഗരസഭയിലെ ഭരണ പ്രതിപക്ഷ പ്രതിനിധികളാണ് ആദ്യ ചർച്ചയിൽ പങ്കെടുത്തത്. നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ കരുത്തിൽ ഭരണ തുടർച്ച ഉറപ്പെന്ന് നഗരസഭാധ്യക്ഷ സീതാ രവീന്ദ്രൻ പറഞ്ഞു. കേന്ദ്ര പദ്ധതികൾ വേണ്ടും വിധം നടപ്പിലാക്കാതെ ജനങ്ങളെ കബളിപ്പിച്ച ഇടത് ഭരണസമിതിക്കെതിരെ ജനം വിധിയെഴുതുമെന്ന് BJP പാർലമെന്ററി പാർട്ടി ലീഡർ KK മുരളി പറഞ്ഞു. 10 വർഷത്തെ ഭരണം ജനത്തിന് ദുരിതം മാത്രമാണ് സമ്മാനിച്ചതെന്നും UDF ഭരണത്തിലെത്തുമെന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ ബിജു സി ബേബി പറഞ്ഞു. RMP വികസനത്തിനൊപ്പമാണെന്നും എന്നാൽ തെറ്റുകൾ കണ്ടാൽ ശക്തമായി എതിർക്കുന്ന തിരുത്തൽ ശക്തിയായി തുടരുമെന്നും കൗൺസിലറും RMP നേതാവുമായ ബീന രവി പറഞ്ഞു. CCTVയുടെ മുൻ വാർത്താവതാരകനും കുന്നംകുളത്തെ മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ CF ബെന്നി മോഡറേറ്ററായി. ഉച്ചയ്ക്കു ശേഷം ചൂണ്ടൽ പഞ്ചായത്തിനെ സംബന്ധിച്ച ചർച്ചയാണ് നടന്നത്. ഭരണപക്ഷമായ CPMനെ പ്രതിനിധീകരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിലും പ്രതിപക്ഷത്തെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പാർലമെന്ററി പാർട്ടി ലീഡർ ആൻഡോ പോളുമാണ് പങ്കെടുത്തത്. പഞ്ചായത്തിന്റെയും MLAയുടെയും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി പദ്ധതികൾ ആവിഷ്കരിച്ച് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് അവകാശപ്പെട്ട രേഖാ സുനിൽ ഭരണ തുടർച്ച ഉറപ്പെന്ന് അവകാശപ്പെട്ടു. വികസന മുരടിപ്പിന്റെയും അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും 10 വർഷങ്ങളാണ് കടന്നുപോയതെന്ന് കുറ്റപ്പെടുത്തിയ ആൻഡോ പോൾ UDF ഭരണത്തിൽ തിരിച്ചെത്തുമെന്ന് പറഞ്ഞു. CCTV ചീഫ് റിപ്പോർട്ടർ ജോസ് മാളിയേക്കൽ ചർച്ച നിയന്ത്രിച്ചു. ജനവിധി സംവാദ പരമ്പരയിൽ വെള്ളിയാഴ്ച രാവിലെ 11-ന് ചാവക്കാട് നഗരസഭയുടെയും 12 മണിക്ക് വേലൂർ പഞ്ചായത്തിന്റെയും ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് കടപ്പുറം പഞ്ചായത്തിന്റെയും പ്രതിനിധികൾ പങ്കെടുക്കുന്ന ചർച്ചകൾ CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. രാജ്യം ബാലറ്റിലേക്ക് മടങ്ങണമെന്ന് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യുജിൻ മൊറേലി ആവശ്യപ്പെട്ടു. വടക്കേക്കാട് ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ശ്രീലക്ഷ്മി ശ്രീകുമാറിന്റെ പര്യടനം അഞ്ഞൂരിൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ വിശ്വസ്തതയ്ക്ക് മങ്ങൽ ഏറ്റതിനാൽ തെരഞ്ഞെടുപ്പുകൾ പേപ്പർ ബാലറ്റിലേക്ക് മാറ്റണം. വോട്ടിംഗ് മെഷീൻ തട്ടിപ്പാണെന്ന ചിന്ത ബലപ്പെടുന്നതാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. VA സുധീഷ് അമരായിൽ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി TT ശിവദാസ്, ഷംസു കല്ലൂർ, റഹീം വീട്ടിപ്പറമ്പിൽ, സ്ഥാനാർത്ഥികളായ അഡ്വക്കേറ്റ് ശ്രീലക്ഷ്മി ശ്രീകുമാർ, ജോസി രാജു, ആശ ഷിബു എന്നിവർ സംസാരിച്ചു. AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള വീഡിയോകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും സജീവമാകുന്നു. വിവിധ മുന്നണികൾ വാർഡിലെ പ്രധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുവാനാണ് കൂടുതലായും AI വീഡിയോകൾ ഉപയോഗിക്കുന്നത്. കുന്നംകുളം മുനിസിപ്പാലിറ്റിയിലും AI വീഡിയോകളുടെ തരംഗമാണ് ഇപ്പോൾ.
ഇനി ദേശചരിതം. കേച്ചേരിപ്പുഴയും പാറന്നൂർ ചിറയും പെരുവൻമലയും പ്രൗഢി തീർത്ത ചൂണ്ടൽ പഞ്ചായത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ദേശചരിതത്തിൽ പങ്കുവയ്ക്കുന്നത്. ആദ്യകാലം മുതൽ കോൺഗ്രസിന് ശക്തമായ വേരോട്ടമുണ്ടായിരുന്ന പഞ്ചായത്തിൽ കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷമാണ് ഭരണം നടത്തുന്നത്. ഭരണം നിലനിർത്താൻ ഇടതുപക്ഷവും 1 പതിറ്റാണ്ട് മുമ്പ് നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയതോടെ ചൂണ്ടലിലെ മത്സരം ഇക്കുറി തീപാറുമെന്നതിൽ സംശയമില്ല. മലയാളത്തിന്റെ കാവ്യലോകത്തും മലയാള ചലച്ചിത്ര ഗാനശാഖയിലും ദേശീയ പുരസ്കാരത്തിന്റെ തങ്കത്തിളക്കത്തോടെ തിളങ്ങി നിന്ന യൂസഫ് അലി കേച്ചേരിയുടെ ജന്മനാടു കൂടിയായ ചൂണ്ടൽ പഞ്ചായത്ത് കാർഷിക സംസ്കൃതിയുടെ പാരമ്പര്യമുള്ള ഗ്രാമീണ മേഖലയാണ്. സാംസ്കാരികപരമായും വിദ്യാഭ്യാസപരമായും ഉയർന്ന മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ജനതയാണ് പഞ്ചായത്തിലുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളും സ്വകാര്യ ആശുപത്രിയും ഫാർമസി കോളേജും പഞ്ചായത്ത് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയമായി ഇടതുവലത് ചേരിക്കൊപ്പം നിലകൊണ്ട പാരമ്പര്യമാണ് പഞ്ചായത്തിനുള്ളത്. കുന്നംകുളം താലൂക്കിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലാണ് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. 18 വാർഡുകളാണ് നിലവിലുണ്ടായിരുന്നത്. വാർഡ് വിഭജനത്തിൽ 2 വാർഡ് വർദ്ധിപ്പിച്ച് 20 വാർഡുകളാക്കിയിട്ടുണ്ട്. 32,000 പഞ്ചായത്തിലെ ആകെ ജനസംഖ്യ. പ്രശസ്തമായ പെരുവൻമല ക്ഷേത്രം, എരനെല്ലൂർ കൊന്തമാതാവിൻ ദേവാലയം, പറപ്പൂക്കാവ് ക്ഷേത്രം, പട്ടിക്കര പറപ്പൂർത്തടത്തിൽ ജുമാ മസ്ജിദ്, ചൂണ്ടൽ പാറപ്പുറം മഹാവിഷ്ണു ക്ഷേത്രം, തായങ്കാവ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രം, കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയം തുടങ്ങി നാനാജാതി മതസ്ഥരുടെ പ്രധാന ആരാധനാലയങ്ങളാണ് ചൂണ്ടൽ പഞ്ചായത്തിലുള്ളത്. 2 സർക്കാർ സ്കൂളുകൾക്ക് പുറമെ എയ്ഡഡ്, അൺഎയ്ഡഡ് മേഖലകളിലായി മറ്റു വിദ്യാലയങ്ങളും പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി SSLC പരീക്ഷയിൽ 100% വിജയമാണ് വിദ്യാലയങ്ങൾ നേടുന്നത്. പഞ്ചായത്തിലെ സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന ഘട്ടത്തിൽ നിന്ന് മനോഹരങ്ങളായ കെട്ടിടങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പഞ്ചായത്തിലെ പ്രധാന സെന്ററായ കേച്ചേരിയിലാണ് പഞ്ചായത്ത് കാര്യാലയം കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്നത്. കേച്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് കെട്ടിടം നിർമ്മിച്ച ഓഫീസിന്റെ പ്രവർത്തനം മാറുന്നതിന് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. നിലവിൽ പഞ്ചായത്തിന്റെ ഭരണം കൈയാളുന്നത് LDF ആണ്. രേഖാ സുനിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. 18-അംഗ ഭരണസമിതിയിൽ 14 ഇടതുപക്ഷാംഗങ്ങളും 4 UDF അംഗങ്ങളുമാണുള്ളത്. നാളിതുവരെ BJPക്ക് പഞ്ചായത്തിൽ അക്കൌണ്ട് തുറക്കാനായിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചില വാർഡുകളിൽ BJP മുന്നേറ്റമുണ്ടാക്കാൻ ശ്രമിച്ചുവെങ്കിലും വിജയിക്കാനായില്ല. ഇക്കുറി ഭരണസമിതിയിൽ പങ്കാളിത്തം ഉറപ്പാക്കാൻ കയ്യും മെയ്യും മറന്നുള്ള പ്രവർത്തനമാണ് BJP നടത്തിവരുന്നത്. പഞ്ചായത്തിന്റെയും MLAയുടെയും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി പദ്ധതികൾ ആവിഷ്കരിച്ച് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് അവകാശപ്പെട്ടാണ് തുടർ ഭരണത്തിനായി LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിലെ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും വീടുകൾ നൽകുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി വരുന്നതായി ഭരണപക്ഷം അവകാശപ്പെടുന്നു. വിവിധ പദ്ധതികളിലായി 200-ൽ പരം വീടുകൾ നൽകുവാനായി എന്നത് ഏറെ അഭിമാനകരമായാണ് ഭരണപക്ഷം കാണുന്നത്. ലക്ഷം വീട് പദ്ധതിയിലെ ഇരട്ട വീടുകൾ പഞ്ചായത്ത് തനത് ഫണ്ട് ഉപയോഗിച്ച് ഒറ്റ വീടുകളാക്കുന്ന നടപടി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് ആധുനിക വിദ്യാഭ്യാസം പുതുതലമുറയ്ക്ക് നൽകുന്നതിനു വേണ്ടിയുള്ള ആധുനിക സൗകര്യങ്ങളോടെയുള്ള കെട്ടിടങ്ങളും ഹൈടെക് ക്ലാസ് മുറികളും ഒരുക്കാനായി. ഭിന്നശേഷി കുട്ടികൾക്കുള്ള ബഡ് സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് 50 ലക്ഷം രൂപയോളം വകയിരുത്താൻ അനുമതിയായി. പൊതു ആരോഗ്യ പരിപാലനത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കുകയും തലക്കൂട്ടുകര സബ് സെന്ററിന് 55 ലക്ഷം രൂപ ചിലവഴിച്ച് പുതിയ കെട്ടിടവും മറ്റ് ഉപകേന്ദ്രങ്ങളുടെ പുനരുദ്ധാരണവും പൂർത്തിയാക്കാനായി. ഏറെക്കാലത്തെ ആവശ്യമായിരുന്ന പഞ്ചായത്തിന് ഒരു ഹോമിയോ ഡിസ്പെൻസറി ചിറനെല്ലൂരിൽ തുടങ്ങാനായതും ഏറെ അഭിമാനകരമായ നേട്ടമായി കാണുന്നു. ഡയാലിസിസ് രോഗികൾക്കുള്ള പ്രതിമാസ സഹായം, അവശരായ രോഗികൾക്ക് ആശാവർക്കർമാർ വഴി മരുന്നുകൾ വീട്ടിലെത്തിക്കുക തുടങ്ങി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ സൗജന്യ നിരക്കിലെ ലാബിൽ തൈറോയിഡ് ടെസ്റ്റിനുള്ള മെഷീൻ സ്ഥാപിക്കാനായത് നേട്ടമായി പറയുന്നു. സമൂഹത്തിന്റെ പൊതുപ്രശ്നമായ മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി 36-അംഗ ഹരിതകർമ്മസേനയും 8 അംഗങ്ങളായി ആരംഭിച്ച വനിതാ ജിംനേഷ്യം, വഴിയോര വിശ്രമ കേന്ദ്രം, പാറന്നൂർ ചിറ വില്ലേജ് ടൂറിസം പദ്ധതി, ഹാപ്പിനെസ് പാർക്ക് ചിറ നവീകരണം പദ്ധതി 1.40 കോടി രൂപയോളം ചിലവഴിക്കാനായി. വികസന പ്രവർത്തനങ്ങൾ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി പുതിയ കെട്ടിടങ്ങൾ, ഹൈടെക് ക്ലാസ് റൂമുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ഓപ്പൺ ജിമ്മുകൾ, അങ്കണവാടികൾ, കാർഷിക വിജ്ഞാന കേന്ദ്രം, സാമൂഹിക പഠന കേന്ദ്രം,
ഹോമിയോ ഡിസ്പെൻസറി, വഴിയോര വിശ്രമ കേന്ദ്രം തുടങ്ങി നിരവധി പുതിയ ആസ്തികൾ നിർമ്മിക്കുന്നതിന് ഈ 5 വർഷം കൊണ്ട് കഴിഞ്ഞു എന്നത് അഭിമാനകരമാണ്. വികസനത്തിന്റെ വസന്തകാലം എന്നാണ് ഭരണ നേതൃത്വം അവകാശപ്പെടുന്നതെങ്കിൽ വികസന മുരടിപ്പിന്റെയും അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും 10 വർഷങ്ങൾ കടന്നുപോയതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. കേച്ചേരിയിൽ നിർമ്മിച്ച ബസ് സ്റ്റാൻഡിൽ നാളിതുവരെ ഒരു ബസ് കയറ്റാൻ പോലും ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ഭരണക്കാരുടെ തണലിൽ മണ്ണ് മാഫിയ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും മണ്ണെടുക്കുന്നത് നിർബാധം തുടരുകയാണ്. പഞ്ചായത്തിന്റെ മുൻ ഭരണസമിതികൾക്ക് നേതൃത്വം നൽകിയ പ്രസിഡന്റുമാർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്. ഇടതുപക്ഷം ഭരിച്ച ഘട്ടങ്ങളിലെല്ലാം സാർവത്രികമായ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. വികസന പ്രവർത്തനങ്ങൾ വിവേചനപരമായാണ് നടപ്പിലാക്കിയത്. പഞ്ചായത്തിലെ പല റോഡുകളും തകർന്ന് ഗതാഗതയോഗ്യമല്ലാത്ത സ്ഥിതിവിശേഷമാണുള്ളതെന്നും പ്രതിപക്ഷം പറയുന്നു. ഭരണപക്ഷത്തിനെതിരെ വലിയ രീതിയിലുള്ള സമരങ്ങളാണ് പ്രതിപക്ഷം കാഴ്ചവെച്ചത്. ഇക്കുറി ചൂണ്ടൽ തദ്ദേശ പോരാട്ടത്തിന് വീറും വാശിയും വളരെ കൂടുതലായിരിക്കുമെന്നതിൽ ഒട്ടും സംശയമില്ല. ഭരണം നിലനിർത്താൻ LDFും പിടിച്ചെടുക്കാൻ കോൺഗ്രസും അക്കൗണ്ട് തുറക്കാൻ BJPയും കച്ചകെട്ടി പോർക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. പോർക്കളത്തിൽ ആര് വീഴും ആര് വാഴും എന്നറിയാൻ ഫലപ്രഖ്യാപനം വരെ കാത്തിരിക്കാം. കുന്നംകുളം കാണിപ്പയ്യൂരിൽ വൈദ്യുതി ഇൻസുലേറ്റർ തലയിലേക്ക് പൊട്ടി വീണ് യുവതിക്ക് പരിക്കേറ്റു. പെലക്കാട്ടുപയ്യൂർ സ്വദേശിനി മേനോത്ത് വീട്ടിൽ 32 വയസ്സുള്ള ശ്രീഷ്മയ്ക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം കാണിപ്പയ്യൂർ KSEB സബ്സ്റ്റേഷന് സമീപം ഇന്ന് രാവിലെ 10:30യോടെയായിരുന്നു സംഭവം. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലൂടെ സ്കൂട്ടറിൽ ചൂണ്ടൽ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന യുവതി സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് മുകളിലേക്കാണ് വൈദ്യുത ഇൻസുലേറ്റർ പൊട്ടിവീണത്. ഹെൽമറ്റ് ധരിച്ചിരുന്നതിനാൽ ദുരന്തം ഒഴിവായി. ഇൻസുലേറ്റർ വീണതിനെ തുടർന്ന് ഹെൽമറ്റ് തകർന്നു. പാതയോരത്തെ വൈദ്യുതി പോസ്റ്റിൽ വൈദ്യുതി കമ്പികൾ ടൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസുലേറ്റർ പൊട്ടി യുവതിയുടെ തലയിലേക്ക് വീഴുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് മുഖത്തും തലയ്ക്കും പരിക്കേറ്റ യുവതിയെ ആദ്യം കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവ സമയത്ത് സുഹൃത്തും സ്കൂട്ടറിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പ്രസിദ്ധമായ കിഴൂർ പൂരത്തിന് നാടൊരുങ്ങി. വ്യാഴാഴ്ചയാണ് കിഴൂർ ശ്രീ കാർത്തികേനി ദേവി ക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവം. ക്ഷേത്ര ഉപദേശക സമിതിയുടെയും പഞ്ചവാദ്യ സമാജത്തിന്റെയും നേതൃത്വത്തിൽ ദേവസ്വം പൂരവും, സംയുക്ത ഉത്സവ സമിതിയുടെ നേതൃത്വത്തിൽ ദേശപൂരങ്ങളും തെയ്യാഘോഷങ്ങളും കലോത്സവ പരിപാടികളുമായി പൂരത്തെ വരവേൽക്കാൻ നാട് ഒരുങ്ങിക്കഴിഞ്ഞു. ഉത്സവ ദിവസമായ വ്യാഴാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ നടക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. കൊമ്പൻ പീച്ചിയിൽ ശിവൻ ഭഗവതിയുടെ തിടമ്പേറ്റും. വൈകിട്ട് 4 മണിയോടെ ദേശപൂരങ്ങളെല്ലാം ക്ഷേത്രത്തിലെത്തി തുടങ്ങും. 6 മണിക്ക് കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. ഇക്കുറി ചിറക്കൽ കാളിദാസൻ, പാമ്പാടി രാജൻ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ തുടങ്ങിയ പേരുകേട്ട 31 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. 31 ദേശപൂരങ്ങൾ ആനപ്പൂരത്തിൽ പങ്കെടുക്കും. 5 ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെയ്യം, വേല ആഘോഷങ്ങൾ രാത്രി 7ഓടെ ക്ഷേത്രത്തിലെത്തിച്ചേരും. പൂരത്തിന്റെ ഭാഗമായി സംയുക്ത ഉത്സവ സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 വർഷമായി നടത്തുന്ന കാർത്തിക ഫെസ്റ്റ് കോളേജ് ഗ്രൗണ്ടിൽ ഇക്കൊല്ലവും നടക്കുന്നുണ്ട്. കിഴൂർ ശ്രീ കാർത്തികേനി ദേവി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം CCTV പ്രാദേശികം ചാനലിലൂടെയും YouTube ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. ത്രയോദശി ഊട്ടോടെ ഗുരുവായൂർ ഏകാദശി ചടങ്ങുകൾ സമാപിച്ചു. തന്റെ ആശ്രിതനായിരുന്ന ഒരു ഭക്തന് ഗുരുവായൂരപ്പൻ ശ്രാദ്ധം നടത്തുന്നുവെന്നാണ് ത്രയോദശി ഊട്ടിന്റെ സങ്കല്പം. അന്നലക്ഷ്മി ഹാളിൽ നടന്ന ഊട്ടിൽ ആയിരങ്ങൾ പങ്കെടുത്തു. മത്തൻ പച്ചടി, മത്തൻ പൊടിത്തൂവൽ, രസം, പിണ്ടിപ്പായസം എന്നീ വിഭവങ്ങൾ ത്രയോദശി ഊട്ടിന്റെ പ്രത്യേകതയാണ്. ക്ഷേത്രത്തിൽ വൈകിട്ട് ശ്രീഭൂതബലിയും ഉണ്ടായിരുന്നു. വിശുദ്ധ തോമാശ്ലീഹായുടെ നാമധേയത്തിൽ സ്ഥാപിതമായ മറ്റം ഇടവകയിലെ സ്കൂളുകളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ഓർമ്മ തിരുനാൾ ആഘോഷിച്ചു. ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് ഇടവക ദേവാലയത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും തിരുനാൾ നേർച്ചയും നടന്നു. മറ്റം സെന്റ് ഫ്രാൻസിസ് സ്കൂളുകളുടെ ചരിത്രരേഖാ പ്രദർശനം, സെമിനാർ എന്നിവയുമുണ്ടായിരുന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കേരള മുന്നോക്ക കമ്മീഷൻ അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ ഉദ്ഘാടനം ചെയ്തു. ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായി പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം എന്ന പിതാവിൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഇവിടെ സ്കൂളുകൾ ആരംഭിക്കുകയും അത് 3 സ്കൂളുകൾ ഇവിടെ ആരംഭിച്ചുകൊണ്ട് ഈ പ്രദേശത്തിൻ്റെ വികസനപരമായ പ്രവർത്തനങ്ങൾക്ക് വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ കൈവരിച്ചാൽ മാത്രമേ സമൂഹത്തിന് നേട്ടമുണ്ടാകാൻ സാധിക്കുകയുള്ളൂ, കുടുംബ ഭദ്രത ഉണ്ടാകുവാൻ പാടുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി ഇവിടെ 3 സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളത്
കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ തന്നെ തങ്കലിപികളാൽ എഴുതപ്പെടുന്ന ഒരു കാര്യമാണ്. മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളി വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മറ്റം സെന്റ് ഫ്രാൻസിസ് സ്കൂളുകളിലെ വിദ്യാർത്ഥികളിൽ ശാസ്ത്ര, കലാ, സാംസ്കാരിക, കായിക രംഗങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ, വിരമിച്ച അധ്യാപകർ എന്നിവരെ ആദരിച്ചു. സെന്റ് ഫ്രാൻസിസ് HSS മുൻ പ്രധാനാധ്യാപകനും കാത്തലിക് യൂണിയൻ മുൻ ചെയർമാനുമായ P.I. ലാസർ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ഇടവക സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, സെന്റ് ഫ്രാൻസിസ് ഗേൾസ് സ്കൂൾ പ്രധാനാധ്യാപിക C.O. ഫ്ലോറൻസ്, നടത്തുകൈക്കാരൻ C.K. ജോയ്, സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകൻ C.T. ജോൺസൺ മാസ്റ്റർ, സെന്റ് ഫ്രാൻസിസ് സ്കൂൾ പ്രിൻസിപ്പൽ സന്തോഷ് T. ഇമ്മട്ടി, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഇൻചാർജ് M.J. ജിൽസി, സെന്റ് ഫ്രാൻസിസ് LP സ്കൂൾ പ്രധാനാധ്യാപിക കൊച്ചു ത്രേസ്യ, സെന്റ് മേരീസ് CLP സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഷാനി മരിയ, സെന്റ് ഫ്രാൻസിസ് ഗേൾസ് സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക ജോയ്സി ടീച്ചർ, സെന്റ് ഫ്രാൻസിസ് സ്കൂളിലെ വിരമിക്കുന്ന ഓഫീസ് ജീവനക്കാരൻ P.T. ജെയ്സൺ എന്നിവർ സംസാരിച്ചു. സെന്റ് ഫ്രാൻസിസ് സേവ്യർ വായനാ സമാജം വൈസ് പ്രസിഡന്റ് K.C. ജോസ് സ്വാഗതവും സെക്രട്ടറി സെബി തോമസ് നന്ദിയും പറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നാടകവും അരങ്ങേറി. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നാളെ വീണ്ടും പരിഗണിക്കും. നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷം തുടർവാദത്തിനായി നാളേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞില്ല. സെഷൻസ് കോടതിയിലെ അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു ജാമ്യാപേക്ഷയിലെ വാദം നടന്നത്. വാദപ്രതിവാദങ്ങൾ കേട്ട കോടതി പ്രോസിക്യൂഷനോട് കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കിയായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. മറ്റു തെളിവുകൾ ഹാജരാക്കി പ്രോസിക്യൂഷനും വാദിച്ചു. നിലവിൽ 7 ദിവസമായി രാഹുൽ ഒളിവിൽ തുടരുകയാണ്. ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ അറസ്റ്റ് ചെയ്യരുതെന്ന് പ്രതിഭാഗം വാദിച്ചെങ്കിലും ഇക്കാര്യത്തിൽ കോടതി തീർപ്പ് പറഞ്ഞില്ല. അറസ്റ്റിന് തടസ്സമില്ലെങ്കിലും ജാമ്യാപേക്ഷയിൽ നാളെയായിരിക്കും കോടതി വിധി വരിക. കേച്ചേരി പെരുമണ്ണ് പിഷാരിക്കൽ കാർത്തികേയൻ ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവവും സഹസ്രാധിക ദീപ കാഴ്ചയും വ്യാഴാഴ്ച ആഘോഷിക്കും. രാവിലെ 5-ന് പള്ളി ഉണർത്തലിന് ശേഷം നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം എന്നീ ചടങ്ങുകളും തുടർന്ന് ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, തന്ത്രി പൂജ, വിശേഷാൽ പൂജകളും ഉണ്ടാകും. ക്ഷേത്രം തന്ത്രി പുല്യന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രമേൽശാന്തി പുത്തിലത്ത് വാസുദേവൻ എമ്പ്രാന്തിരി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 11:30 നട അടച്ച ശേഷം ഉച്ചതിരിഞ്ഞ് 4:30 നട തുറക്കും. 5:30 സഹസ്രാധിക ദീപം തെളിയിക്കൽ നടക്കും. വൈകിട്ട് 6 മണിക്ക് ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല എന്നീ ചടങ്ങുകൾക്ക് ശേഷം ദേവസ്വം പറവെപ്പും തുടർന്ന് കക്കാട് രാജപ്പന്മാരും ചെറുപ്പുളശ്ശേരി രാജേഷും ചേർന്ന് അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക അരങ്ങേറും. രാത്രി 8:30 ദേവി പുറത്തേക്ക് എഴുന്നള്ളിച്ച് നടക്കൽ പറവെപ്പ്, മേളത്തിന്റെ അകമ്പടിയോടെ വിളക്ക് എഴുന്നള്ളിപ്പ് നടക്കും. രാത്രി 8:30 നട അടയ്ക്കുന്നതോടെ തൃക്കാർത്തികയോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്ക് സമാപനമാകും. ചൊവ്വന്നൂർ BRC-യുടെ ആഭിമുഖ്യത്തിൽ ലോക ഭിന്നശേഷി ദിനത്തിൽ കുന്നംകുളം നഗരത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ KP ജയപ്രദീപ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ അനീഷ് ലോറൻസ് അധ്യക്ഷനായി. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ NSS വാളണ്ടിയർമാർ, അധ്യാപകർ, ചൊവ്വന്നൂർ BRC അംഗങ്ങൾ എന്നിവർ വിളംബര ജാഥയിൽ പങ്കെടുത്തു. വിളംബര ജാഥയ്ക്ക് ശേഷം NSS വാളണ്ടിയർമാർ ലോക ഭിന്നശേഷി ദിന സന്ദേശം ഉൾക്കൊള്ളുന്ന ഫ്ലാഷ് മോബ്, സ്കിറ്റ് എന്നിവ അവതരിപ്പിച്ചു. സാമൂഹ്യ പുരോഗതിക്കായി ഭിന്നശേഷി സൗഹൃദ സമൂഹത്തെ വളർത്തിയെടുക്കാം എന്ന മുദ്രാവാക്യം എഴുതിയ ബിഗ് ക്യാൻവാസിൽ പങ്കെടുത്ത എല്ലാവരും ഒപ്പുവെച്ചു. ചൊവ്വന്നൂർ BRC-യുടെ പരിധിയിലുള്ള ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ഏകദിന സംഗമം പൊൻതാരകങ്ങൾ 2025 ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഡിസംബർ 6-ാം തീയതി നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. ശ്രീമദ് ഭാഗവത സത്ര സമിതിയുടെ 11 ദിവസം നീണ്ടു നിൽക്കുന്ന തൃതീയ ശ്രീമദ് നാരായണീയ മഹാസത്രത്തിന് നാളെ ഗുരുവായൂരിൽ തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തെക്കേ നടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 6:30 ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്യും. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ ഭദ്രദീപം തെളിയിക്കും. ഭാഗവതപ്രിയ മാസികയുടെ പ്രകാശനം മുൻ ചീഫ് സെക്രട്ടറി EK ഭരത് ഭൂഷൺ നിർവഹിക്കും. ദിവസവും രാവിലെ 5 മണിക്ക് വിഷ്ണു സഹസ്രനാമജപത്തോടെ നാരായണീയ പാരായണം ആരംഭിക്കും. കേരളത്തിലെ 300ഓളം നാരായണീയ സമിതികളിൽ നിന്നുള്ളവർ 11 ദിവസങ്ങളിലായി നാരായണീയത്തിലെ 10 ദശകങ്ങൾ വീതം അരമണിക്കൂർ സമയത്തിൽ വായിച്ച് സമർപ്പിക്കും. തോട്ടം ശ്യാമൻ നമ്പൂതിരിയാണ് സത്രത്തിന്റെ ആചാര്യൻ. നാരായണീയ ദിനമായ ഡിസംബർ 14-ന് വൈകിട്ട് 4-ന് സമാപിക്കും. അഡ്വക്കേറ്റ് PS ശ്രീകുമാർ, S നാരായണസ്വാമി, ശിവൻ പാലിയത്ത്, വസുമതി നായർ, ശാന്ത വാരസ്യാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
വാഗ കാർത്തിനി ദേവി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക ഉത്സവം വ്യാഴാഴ്ച ആഘോഷിക്കും. രാവിലെ 5 മണിക്ക് നട തുറക്കലിന് ശേഷം ഇളനീർ, പാൽ എന്നിവ ഉപയോഗിച്ചുള്ള അഭിഷേകങ്ങളും തുടർന്ന് മലർ നിവേദ്യം, ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷം നട അടയ്ക്കും. ഉച്ചതിരിഞ്ഞ് 4:30 നട തുറക്കലിന് ശേഷം 5:45 തൃക്കാർത്തിക ദീപം തെളിയിക്കും. 6:15 ദീപാരാധനയും 7 മണിക്ക് ഗുരുവായൂർ ജയപ്രകാശ് നേതൃത്വം നൽകുന്ന തായമ്പക അരങ്ങേറും. തുടർന്ന് ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. തൃക്കാർത്തികയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പ്രസാദഊട്ടും ഒരുക്കും. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ 44ാമത് ആശുപത്രി ദിനം ആചരിച്ചു. എക്സ്യൂബറൻസ് 2K25 എന്ന പേരിട്ട പരിപാടിയിൽ ആശുപത്രി സെക്രട്ടറി KP സാക്സൺ അധ്യക്ഷത വഹിച്ചു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സൂസന്ന മാത്യു, എഡിൻബർഗ് റോയൽ കോളേജ് ഓഫ് സർജൻസിൽ നിന്നും MRCS ബിരുദം നേടിയ ഡോക്ടർ പ്രദീപ് വർഗീസ് കോശി, ഡോക്ടർ അഖിൽ പോൾ മോളിക്കുലർ, ഡോക്ടർ ബാബു മാത്യൂസ് എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. കലാപരിപാടികളും ഗാനമേളയും ഉണ്ടായി. എടപ്പാൾ ഹോസ്പിറ്റൽസ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ റാലിയും തുടർന്ന് എടപ്പാൾ ടൗണിൽ ഫ്ലാഷ് മോബും തെരുവ് നാടകവും അവതരിപ്പിച്ചു. പരിപാടിയിൽ വട്ടംകുളം PHCയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ KC മണിലാൽ എയ്ഡ്സ് ദിന സന്ദേശം നൽകി. കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ CC ജയ, വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ മായാമോഹൻ, മറ്റ് അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. ചൊവ്വന്നൂർ പന്തല്ലൂർ ശിവഭഗവതി ക്ഷേത്രത്തിൽ ഉപദേവനായ വേട്ടയ്ക്കൊരു മകന് നടത്തുന്ന വഴിപാട് വേട്ടേക്കരൻ പാട്ട് ഡിസംബർ 6 ശനിയാഴ്ച നടക്കും. കാരക്കുറ മഠം രാമചന്ദ്രൻ നായരാണ് വേട്ടേക്കരൻ കോമരം. രാത്രിയിൽ അന്നദാനവും ഉണ്ടായിരിക്കും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 11,970 രൂപ, പവന് 95,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 185 രൂപ. ചരമം മറ്റം ചേലൂർ പുല്ലാനിപ്പറമ്പത്ത് ബാലൻ ഭാര്യ പ്രേമ ബാലൻ നിര്യാതയായി. 76 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട് നടക്കും. അഞ്ഞൂർ കുണ്ടുകുളം കുഞ്ഞിപ്പാവു മകൻ കൊച്ചുമാത്തു നിര്യാതനായി. 90 വയസ്സായിരുന്നു. സംസ്കാരം അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് കത്തോലിക്ക ദേവാലയ സെമിത്തേരിയിൽ നടത്തി. ബാബു, ഷാജൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിലേക്ക്. പ്രചരണം ഫൈനൽ റൗണ്ടിലേക്ക് കടക്കുമ്പോൾ മുന്നണികൾ പ്രതീക്ഷയിൽ. ചിട്ടയായ പ്രവർത്തനത്തിലൂടെ പ്രചാരണം നടത്താൻ സാധിക്കുന്നതിലൂടെ വിജയമുറപ്പെന്ന് സ്ഥാനാർത്ഥികൾ. വീടുകൾ കേന്ദ്രീകരിച്ച് വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികളുടെ ഊർജിത ശ്രമം. കേരളം ഭരണമാറ്റം ആഗ്രഹിക്കുന്നതായി രമേശ് ചെന്നിത്തല. വിലക്കയറ്റത്തിലും തൊഴിലില്ലായ്മയിലും ഇന്ത്യയിൽ 1ാമത്തെ സംസ്ഥാനമായി കേരളം മാറി. ലോകം പ്രശംസിച്ച കേരള മോഡലിന് നിറമങ്ങിയെന്നും ചെന്നിത്തല. മേഖലയിലെ UDFന്റെ വിവിധ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ചെന്നിത്തല പങ്കെടുത്തു. പ്രസിദ്ധമായ കിഴൂർ പൂരത്തിന് നാടൊരുങ്ങി. വ്യാഴാഴ്ചയാണ് കിഴൂർ ശ്രീ കാർത്തിനി ദേവി ക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവം. ആഘോഷ കാഴ്ചകൾ CCTVയിലൂടെ തത്സമയം. കുന്നംകുളം കാണിപ്പയ്യൂരിൽ വൈദ്യുതി ഇൻസുലേറ്റർ തലയിലേക്ക് പൊട്ടിവീണ് യുവതിക്ക് പരിക്കേറ്റു. പെലക്കാട്ടുപയ്യൂർ സ്വദേശിനി മേനോത്ത് വീട്ടിൽ 32 വയസ്സുള്ള ശ്രീഷ്മയ്ക്കാണ് പരിക്കേറ്റത്. ഹെൽമറ്റ് ഉള്ളതിനാൽ ദുരന്തം ഒഴിവായി. ത്രയോദശി ഊട്ടോടെ ഗുരുവായൂർ ഏകാദശി ചടങ്ങുകൾക്ക് സമാപനം. അന്നലക്ഷ്മി ഹാളിൽ നടന്ന ഊട്ടിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.